മഴയാണല്ലേ മൊത്തത്തിൽ വടക്കൻ കേരളത്തിൽ മൊത്തത്തിൽ ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണല്ലോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ ഷഹീദ്? മോത്തി, ഗുഡ് മോർണിംഗ്. മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ്. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും എല്ലാ ജില്ലകളിലും, കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതേസമയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ ഈ 4 ജില്ലകളിലും ഇന്നലെ ഉച്ചതിരിഞ്ഞ് യെല്ലോ അലർട്ടായിട്ട് ഇന്നലെ നേരത്തെ പ്രഖ്യാപിച്ചത്, പക്ഷേ ഉച്ചതിരിഞ്ഞ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. അലാറം മുഴക്കി ആ രീതിയിലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി നല്ല ശക്തമായ മഴ പെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ ജില്ലകളിലെല്ലാം, മലബാറിലെ ഈ പറഞ്ഞ ജില്ലകളിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെല്ലാം ഇപ്പോൾ രാവിലെ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി വരെ നല്ല മഴ, അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ മഴയുടെ ശക്തി ഇന്നലെ അപേക്ഷിച്ച് രാത്രിയോടുകൂടി തന്നെ മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി മഴ ഏറെക്കുറെ പൂർണ്ണമായും വിട്ടു നിൽക്കുന്നു. പക്ഷേ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ട്. ഏത് നിമിഷവും മഴ പ്രതീക്ഷിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരം മുന്നറിയിപ്പുകളെല്ലാം പാലിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കാലവർഷത്തിൻ്റെ മുന്നോടിയായുള്ള പ്രീ മൺസൂൺ മഴ പെയ്യുന്ന സമയത്ത് തന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ഏതെങ്കിലുമൊക്കെ തയ്യാറാണോ? അങ്ങനെ ഒരു ആവശ്യം ഉണ്ടോ അവിടെ? വെള്ളം കയറുന്ന സാഹചര്യം എന്നുള്ളത് തന്നെയാണ്. അത് ഇന്നലെ മലപ്പുറത്തെ വിഷയം നമ്മൾ 2 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ മഴയിൽ കാസർഗോഡ് ഭാഗത്തും ദേശീയപാതയുടെ സർവീസ് റോഡിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പക്ഷേ പിന്നീട് വൈകാതെ വെള്ളം പിൻവാങ്ങുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങൾ കൂടുതൽ ഇടങ്ങളിൽ, കണ്ണൂരും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. സർവീസ് റോഡിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഏതായാലും അതീവ ജാഗ്രത പുലർത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ, ഏതായാലും വടക്കൻ ജില്ലയിലുള്ളവർ ശ്രദ്ധിക്കണം എന്നത് മൊത്തത്തിൽ പറയുന്നതാണ്.